ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് ആയിട്ടാണ്. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്തും വൈകുന്നേരം 4 മണിക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് ഗ്രീൻ പീസ് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ കുതിർക്കൂലേ അതേമാതിരി തന്നെ കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ട് ഞാനിതാ വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. നല്ല എരിവുണ്ടെങ്കിൽ ഈ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു ഉള്ളിയുടെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കണ്ട ഇതേമാതിരി തന്നെ. ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറില്ലേ അതെടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഗ്രീൻ പീസ് ഒന്ന് പകുതി എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. ഇത് മുഴുവനും ഒരുമിച്ച് അരച്ചെടുക്കണം കേട്ടോ. 2 പകുതി ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പകുതി മാറ്റി വെച്ച ഉള്ളിയില്ലേ ആ വലിയ കഷ്ണങ്ങളാക്കി വെച്ച ഉള്ളിയും കട്ട് ചെയ്യാതെ വെച്ച പച്ചമുളകും ആ ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ വെളുത്തുള്ളിയില്ലേ അതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതേപോലെ തൊലി കളയാണ്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഗ്രീൻ പീസ് അരച്ചെടുക്കുന്ന സമയത്ത് ഇതുമാതിരി ഇടുന്നില്ലെങ്കിലും നമ്മൾ മാറ്റി വെച്ചില്ലേ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെ ആക്കിയിട്ട് മുഴുവനും ഇട്ടാൽ മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്ന സമയത്തില്ലേ എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തെരിതെരിപ്പോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇനി നമുക്ക് പകുതി മാറ്റി വെച്ചില്ലേ അതും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. അത് നല്ലപോലെ ഒതുങ്ങാൻ പാടില്ല കേട്ടോ. കണ്ട ഇതേപോലെ നമുക്കൊരു കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന്, നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ മുഴുവനും എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ച ഉള്ളിയില്ലേ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാകും കേട്ടോ ഈ സ്നാക്സ് വൈകുന്നേരമൊക്കെ കഴിക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. മഞ്ഞപ്പൊടി വേണ്ടിക്കൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലേ. അതിൻ്റെ ഒരു പച്ച കളറ് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലേ. സ്പൂണ് വെച്ച് കുഴച്ചെടുക്കണമെന്നില്ല, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ കുഴച്ചിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ട ഇതേ ഒരു പരുവത്തിൽ കിട്ടുക. ഇനി ഇതിനെ ചെറിയൊരു ബോൾ പരുവത്തിൽ മാറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ നാരങ്ങ വലിപ്പില്ലേ അതേമാതിരി ചെറിയ നാരങ്ങ വലിപ്പത്തിൽ മാറ്റിയെടുത്തിട്ട് നമ്മൾ പരിപ്പ് വടക്കൊക്കെ പരത്തൂലേ ചെറിയ റൗണ്ടാക്കിയിട്ട് കണ്ട ഇതേമാതിരി ഒന്ന് പരത്തിയെടുക്കണേ. അധികം തടി പാടില്ല കേട്ടോ. തടിയോടെ ആക്കിയാൽ നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു ഉള്ളൊക്കെ വേവാതെ മാതിരി ഉണ്ടാവേ. കുറച്ചിത് കണ്ട ഇതേപോലെ കുറച്ച് നൈസായിട്ട് ഇതേ ഷേപ്പിൽ പരത്തിയെടുക്കുക കേട്ടോ. കണ്ട ഇതേമാതിരി ഉണ്ടാവും കണ്ട. നമ്മൾ പരിപ്പ് വടക്ക് കാണാൻ പരിപ്പ് വടക്കെ പോലെ ഉണ്ടെങ്കിലും പരിപ്പ് വടനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് ഇതിനാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇത് മുഴുവനും അതേമാതിരി തന്നെ മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് നമ്മൾ ഇടുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ. തീ ചെറുതാക്കി വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം കേട്ടോ. ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ടും ഒന്ന് ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ ചേഞ്ച് ആകും. പക്ഷേ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല കേട്ടോ. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ ഇതേമാതിരി തന്നെ ഉണ്ടാക്കിയാലില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കണ്ട. നമുക്കിത് കോരിയെടുക്കുക. ഇതേപോലെ കളറൊന്ന് മാറി വരുമ്പോൾ കോരിയെടുക്കണം കേട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കണേ. പിന്നെ നമുക്ക് മാറ്റി വെച്ച ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് വറുത്ത് കോരണേ. കണ്ടോ നൈസായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം. പക്ഷേങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകാൻ പാടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ വറുത്ത് കോരണം കേട്ടോ. എന്നാലും ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുക. ഒരു സൈഡ് നല്ലപോലെ ആയിട്ട് മറ്റേ സൈഡ് മറിച്ചിടാൻ നിൽക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് തന്നെ മറിച്ചിടണേ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി കോരിയെടുക്കാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ നല്ല ഗ്രീൻ കളറിലുണ്ടാകും, പുറം നല്ലൊരു ക്രിസ്പി ആയിട്ട് ഒരു ബ്രൗൺ കളറിലുണ്ടാകും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവേ. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ കലർന്ന കളറായിരിക്കും. ഇത് മഞ്ഞപ്പൊടി ഇടാത്തതുകൊണ്ട് നല്ലൊരു പച്ച കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.